പിന്നെ പല ഈ ആഭിചാരങ്ങൾക്ക് പിറകെ പോണത് അധികം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് അത്ര ക്രൂക്കഡ് മൈൻഡ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് ഇവര് നമുക്ക് ചെയ്തു, അവര് നമുക്ക് ചെയ്തു, അവര് സിഹർ ചെയ്തിട്ടാണെന്നൊക്കെയുള്ള തെറ്റായ ധാരണകളും അതുപോലെ തന്നെ പലരും പറഞ്ഞു കൊടുത്ത് ധരിപ്പിച്ച് അതും വെച്ചിട്ടാണ് ഒരു നിഗമനത്തിൽ അവരെത്തുന്നത്. എന്നിട്ട് അവര് പോയിട്ട് ഈ പല സ്ഥലത്തും പോയിട്ട് എല്ലാരും പറയും ഷിർക്ക് ചെയ്യാൻ പാടില്ല, ഷിർക്കിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. എന്നാൽ പോലും ഈ പർദ്ദയിട്ടിട്ട് ഇവര് എല്ലാ സ്ഥലത്തും ഈ പണിക്കന്മാരുടെ അടുത്തും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഇതിനായിട്ട് നടക്കുന്ന നേരം വെളുത്ത ഒരു 2 അനുഭവങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയൂല. ഞങ്ങളെ നാടിന്റെ അടുത്ത പ്രദേശത്ത് തന്നെ ഒരു പ്രാവശ്യം ഒരു സ്ത്രീ വലിയ പൂവങ്കോയിനെ കൊണ്ട് വണ്ടിയിൽ കയറി ബസ്സിൽ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ കൊക്കി പാറിപ്പോയി. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ജ്യോതിഷന്റെ അടുത്ത് ഏതൊരു പണിക്കാരുടെ അടുത്തേക്ക് പോവാണ് പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു നോമ്പ് കാലത്ത് 2 സ്ത്രീകള് തൊക്കില് ഇവിടെ ഈ കക്ഷത്തില് കള്ളിന്റെ കുപ്പി വെച്ചുകാണ്ട് ഇവര് ഇറങ്ങിയപ്പോ അത് ചാടിപ്പൊട്ടി. അപ്പൊ അത് നോമ്പിനാണ് ഇവര് പോണത്. പിന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കുളിയന് കൊടുക്കാനും അതിനും ഇതിനൊക്കെ പോണത് എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? എല്ലാരെയും സ്നേഹിക്കുക, സ്നേഹാക്കുക നമ്മളെ ഒരു സന്ദേശം.